ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദ ട്രാവൽ സർക്യൂട്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വയനാടേക്കാണ്, മോർണിംഗ് മിസ്റ്റ് റിസോർട്ട്. അപ്പോൾ നമ്മളിങ്ങനെ തലശ്ശേരി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാങ്കുന്ന് എന്ന സ്ഥലത്ത് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടേക്കാണ്, ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലോട്ട് നമ്മളിപ്പോ എന്തിനാ പോകുന്നത്? നമ്മള് നല്ലൊരു കപ്പിളിന്റെ നല്ലൊരു കപ്പിൾ ഷൂട്ട് പോസ്റ്റ് വെഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു മൂഡിലാണ് നമ്മളെല്ലാരും ഉള്ളത്. അതെ അതെ. അപ്പൊ നമ്മൾ പോകുന്ന റിസോർട്ടിന്റെ പേരാണ് മോർണിംഗ് മിസ്റ്റ്. ഇപ്പോ എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണല്ലേ നമ്മള്. പക്ഷെ ആരെ ലേറ്റ് ആക്കിയേ? സിയാദാണ്. ഞാൻ ആക്ച്വലി ചെറുങ്ങനെ ഒന്ന് ലേറ്റ് ആയി പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് വെയിൽ കയറിയല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഷൂട്ട് പകുതിക്ക് നിർത്തിയിട്ട് രണ്ടാമതും റിസോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ റിസോർട്ടിൽ എത്തിയപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ റിസോർട്ടിലെ ചെക്ക് ഇൻ ടൈം 12 മണിയാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് മാച്ചിങ് ആകുന്ന ടൈം കണക്കായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിക്കാൻ നമ്മുടെ സ്വന്തം അനുപേട്ടനാണ്. അനുപേട്ടന് പിന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ, ഒരു ക്യാമറേൻ്റെ കുറച്ച് സംഭവങ്ങളും ലൈവിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അനുപേട്ടൻ്റെ യൂട്യൂബ് ചാനൽ. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്? സെൻ ഫോട്ടോഗ്രാഫി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ, ദ ട്രാവൽ സർക്യൂട്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. നമ്മുടെ ഒരു പുതിയ അറ്റംപ്റ്റ് ആണ് ഈ സംഭവം. യൂട്യൂബിൽ ഒരു വീഡിയോ ഇടരുത്. കാരണം നമ്മളൊക്കെ ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുവരെ ഇങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ തോന്നി നമുക്കും ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു വ്ളോഗ് ചെയ്തിട്ടിടാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ എന്താ പറയണ്ടത്, നമ്മളൊക്കെ കാണിച്ചും കൊണ്ട് നമ്മളൊരു വീഡിയോ ഇടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. ഫോൾട്ട്, അപാകതകൾ അങ്ങനെ തന്നെ വേണം. അപാകതകൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുള്ള സെൻ ഫോട്ടോഗ്രാഫീൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എത്തിയിരിക്കുകയാണ്. പെരിയ വയനാടേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൗണാണ്. വയനാട് നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന സമയത്തുള്ള ഒരു നല്ലൊരു ടൗണാണ് പെരിയ. അങ്ങനെ നമ്മൾ തലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മിസ്റ്റ് റിസോർട്ടിലേക്ക് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് വന്ന് പോകാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. നമ്മുടെ പോസ്റ്റ് വെഡിങ് ഒക്കെ നടത്തുന്ന, അതായത് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പോസ്റ്റ് വെഡിങ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു റിസോർട്ട്. ഏറ്റവും റേറ്റ് കുറച്ചിട്ടായാലും പെട്ടെന്ന് വന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസോർട്ടാണ് മോർണിംഗ് മിസ്റ്റ്. കാണാൻ നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. ഞാനതിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലപ്പുഴ എത്തി നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ നേരെ റിസോർട്ടിലേക്ക് പോവാണ്.
ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ മോർണിംഗ് മിസ്റ്റ് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ. ഒക്കെയാണ് ഇതിൻ്റെ കോട്ടേജ്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി പിടിക്കാം. ഇതൊരു ലിവിങ് റൂം. ഇത് നേരെ ഒരു ബെഡ്റൂമിലേക്ക്. ഇവിടുന്ന് നേരെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഇവിടെ. അങ്ങനെ 2 ബെഡ്റൂമുള്ളൊരു കോട്ടേജാണ് ഇവിടെ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ ഉള്ളത്. ബാത്റൂമും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ലിവിങ് റൂമിലേക്ക് എത്തി. നല്ലൊരു അടിപൊളി ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ വന്നത് ഇവിടെ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ പോലെ ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വില്ല പോലെ തന്നെയാണ് സംഭവം ഉള്ളത്. ഈ വില്ലയിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ഉണ്ടോ? ഓ, അടിപൊളിയല്ലേ? ഇതാണ് ഇവിടെയുള്ള ഒരു വില്ല. ഇത് കുറച്ച് ഹൈറ്റിലാണ് ഈ വില്ല ഉള്ളത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വില്ല അങ്ങ് താഴത്താണ് രണ്ടാമത്തെ വില്ല വരുന്നത്. ഇത് ഈ വില്ലയോടനുബന്ധിച്ചിട്ടുള്ള വലിയൊരു ടീ എസ്റ്റേറ്റ് ആണ്. ഈ ടീ എസ്റ്റേറ്റിൻ്റെ ഒരു നടുക്കായിട്ടാണ് ഈ മോർണിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്റ് ഇങ്ങനെ വന്ന് മൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസോർട്ടിന് മോർണിംഗ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത്. നല്ല മുളക്കാടുകളും നല്ല ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയകൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇത് ഈ റിസോർട്ടിൻ്റെ 2ാമത്തെ റൂമാണ്. ഡ്യൂ ഡ്രോപ്സ് എന്നാണ് റൂമിൻ്റെ പേര്. മേലെ റൂം, താഴത്തെ റൂം. നമ്മൾ താഴത്ത് നിൽക്കും, കപ്പിൾസിനെ മേലെ നിർത്തിക്കും. കാരണം മേലത്തെ റൂമാണ് കുറച്ചുകൂടെ നല്ല റൂം. ഇതിങ്ങനെ ഇവിടെ അല്ലറ ചില്ലറ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാടുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേരെ മുന്നിലാണ് ഈ റിസോർട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ. മോർണിംഗ് മിസ്റ്റ് റിസോർട്ടിൻ്റെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ഇതാണ്. നന്നായിട്ടുള്ള വ്യൂ അല്ലേ ഇത്? ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഓക്കെ, പിന്നെ എല്ലാവരും ചാനൽ പുതിയതായ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വൈശാഖിൻ്റെ
ക്ലയൻ്റാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് മിസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലേക്ക് വന്നു. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം. ചെറിയൊരു ക്യാമ്പ് ഫയറിൽ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങണം. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമുക്ക് വേറെ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ മോർണിംഗ് മിസ്റ്റ് റിസോർട്ടിൻ്റെ വേറെ അട്രാക്ഷനാണ് ഇതാ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. കയറിപ്പോകാം നമുക്ക്. ആയിട്ടുള്ളത് ഫോട്ടോഗ്രാഫിക്കൊക്കെ അത്യാവശ്യം മാച്ചിങ് ആകുന്ന ലൊക്കേഷൻസാണ്. ചെറിയ ബജറ്റാണ് കേട്ടോ ഇവിടെ. ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർക്കായാലും ഒരു ഫാമിലിക്കായാലും വന്ന് താമസിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബജറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ 2 കോട്ടേജ് എടുത്തിരിക്കുന്നത് 6000 രൂപ. അത് നമുക്ക് ഡിസ്കൗണ്ട് വെച്ചിട്ട് 5500 ആ റേഞ്ചിലൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. തണുപ്പിട്ട് ഇവിടെ നല്ല കാറ്റും ഒന്നും പറയണ്ട. ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മോർണിംഗ് മിസ്റ്റ് റിസോർട്ടിൽ 2ാമത്തെ ദിവസമാണ്. നമ്മുടെ മോർണിംഗ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മുടെ നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ ഉറങ്ങി എണീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീച്ചിട്ട് ഒരു ഷൂട്ട് കഴിഞ്ഞു. ഇനി 2ാമത്തെ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷൂട്ട് ഇതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ഷൂട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഷൂട്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. നമ്മുടെ കപ്പിളിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കപ്പിൾ, മിസ്റ്റർ കുട്ടൻ ആൻഡ് അപർണ. ഒരു ഹായ് വന്ന്. ഇത് നമ്മുടെ വലിയ മുതലാളി, ഓർമിക വെഡിങ്സിൻ്റെ മുതലാളിയാണ്, വൈശാഖ്. ഇത് നമ്മുടെ സ്വന്തം അനുപേട്ടൻ. ഇത് നമ്മുടെ വൈശാഖിൻ്റെ ഫ്രണ്ടാണ് അനു. ബ്രദറാ? ഓ സോറി, ബ്രദറാണ് പോലെ അനു. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ 3ാമത്തെ ഷൂട്ടിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.
ഷൂട്ടൊക്കെ കഴിഞ്ഞു തിരിച്ച് നാട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു അരുവി സ്ഥലം ഉണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. മക്കിമല എന്ന് പറഞ്ഞത്തേക്ക് പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മക്കിമല എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് പോകുമ്പോഴുള്ള നല്ലൊരു അരുവിയാണിത്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളീ പറഞ്ഞ മോർണിംഗ് മിസ്റ്റ് ഹോട്ടലിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് 44-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ചെറിയൊരു അരുവിയാണ്. ഇവിടെ ചെറിയൊരു റിസർവയർ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതിനടുത്തായിട്ടാണ് ഈ ഒരു അരുവി വരുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇച്ചിരി മോശമുണ്ട്, അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി മോശമുണ്ടല്ലേ. ഒരു റിസർവയർ ഉണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും പറയാം. ഇവിടെ വന്നു അങ്ങനെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഷൂട്ടൊക്കെ ചെയ്തത്. ശരി, നല്ലൊരു അരുവിയാണ്. ഇപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഷൂട്ട് ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ.